അല്ല ചേച്ചി എന്താ സാധനം? അതെ അതേമാതിരി തന്നെ അമ്മയ്ക്ക് താള് ഒരു ചാക്ക് താള് വെട്ടിക്കൊണ്ട് അതെ പക്ക നാടല്ലേ. അതേമാതിരി തന്നെ ഇത് പിന്നെ കാവത്ത് വരുന്ന സാധനല്ലേ? ഇത് കാവത്ത്. എന്തൊരു സൈസാ ചേച്ചി ഇത്? ഭയങ്കര സൈസാണല്ലോ. കിട്ടിയപ്പോ എനിക്ക് കൊണ്ടുതന്നു. എന്താ പൊന്ന് ഇതിപ്പോ ഞാൻ എങ്ങനെ ഇതിപ്പോ വീട്ടിൽ വെക്കാനാണോ അതോ ഹോട്ടലിലോ? ഹോട്ടലിലാണോ വെക്കാം? അല്ല അത് ഞാൻ അന്ന് കൂടെ നിങ്ങൾ ചേച്ചിയോടെ കൂട്ടാൻ വെച്ചതെന്ന് പറഞ്ഞു അല്ലേ? ഇതിലിപ്പോ ഞാൻ എന്തൊക്കെ ഇട്ടിട്ടാ മിക്സ് ചെയ്തിട്ടാ വെക്കുക നിങ്ങള്? എന്തൊക്കെ ഇട്ടിട്ടാ വെക്കത്? ഇനി ഇതില് ചേമ്പിടും, വൻപയറിടും, പിന്നെ കർമൂസ ഇടും, കപ്പിടും, എല്ലാം കൂടെ ഇട്ടിട്ട് പൊളിക്കല്ലേ? നാളെ ഉണ്ടാവും. നാളെ വരുന്ന ആളുകൾക്കൊക്കെ അത് കിട്ടും. ഇതിപ്പോ ഏകദേശം ഒരു 10 കിലോനൊക്കെ ഉണ്ടാവില്ലേ? 15 കിലോ ഉണ്ടോ? നമ്മളെ പാട്ടുകാരൻ ബാവ അല്ലേ കുരാട്? എന്തായാലും ഭയങ്കര സംഭവം. ഇതിപ്പോ പുതിയ തലമുറക്കൊന്നും ഇപ്പൊ ഇതിനെപ്പറ്റി അറിയണ്ടാവില്ലല്ലോ. എനിക്ക് തോന്നുന്നു നമ്മളെ കുറെ കാലം മുമ്പൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഭയങ്കര പ്രാരാബ്ദം പട്ടിണിയും പ്രാരാബ്ദം അല്ലേ? ഈ എന്താ ചക്കരക്കേങ്ങ എന്ന സാധനം, കപ്പ, നടുതലക്കിഴങ്ങല്ലേ? അന്നൊക്കെ ഇപ്പൊ ഈ അരിയൊക്കെ കിട്ടല് വളരെ കുറവാണല്ലേ? എന്തായാലും കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഈ സാധനം കാണുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ മാർക്കറ്റിൽ കണ്ടിരുന്നു, ഇപ്പൊ അങ്ങനെ കുറെ കാലമായിട്ട് കാണുന്നില്ല. എന്തായാലും പുതിയ തലമുറക്കൊന്നും ഇതിനെ കുറിച്ച് ചേച്ചിന്റെ അടുത്ത് ഇങ്ങനെ ചേച്ചിന്റെ കുറെ ഫാൻസുകാരുണ്ട് ഇവിടെ. ഇടക്ക് നാടൻ കുമ്പളങ്ങ, ചെരങ്ങ അല്ലെ, മത്തൻ. അടുത്തൊരു ഒരാഴ്ച മുമ്പ് 2-3 വലിയ മത്തൻ കിടക്കുന്നുണ്ട്. എണ്ണിക്കാമ്പ് ഒക്കെ വരും. ചേമ്പുന്നോണ്ട് നമ്മളന്ന് അടിപൊളിയായിട്ട് വെച്ച്. അപ്പൊ നാളെ ഇന്നിപ്പോ ഏതാ ദിവസം? ഡേറ്റ് പറഞ്ഞു കൊടുക്കുകയും ബുധനാഴ്ച വന്നു കഴിഞ്ഞല്ലേ? എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്ത് പോവാ. നാടൻ ഭക്ഷണമാണ്. ചേച്ചിന്റെ ഓഫറാണ്.